വെൽക്കം ടു ആസ്യം. നമ്മൾ 2000 ആസ്യം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിൽവാരയിൽ മാത്രം ഉണ്ടായിരുന്ന സംഭവമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 2020 40 ഏക്കേഴ്സിലാണ് നമ്മളെ ഫാക്ടറി സിറ്റുവേറ്റഡ്. അതായത് നമുക്ക് ഒരു ദിവസം ഒന്നും തികയില്ല അത് മൊത്തം കൂടി കാണാൻ എന്നുള്ള സിറ്റുവേഷൻ. അതുകൊണ്ടാണ് നമ്മുടെ ഡയമണ്ട് ക്ലബിന്റെ മീറ്റിംഗ് ഒക്കെ അവർ 2 days വെച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് 750 മുകളിലുള്ള പ്രോഡക്ട്സ്, 750 പ്രോഡക്ട്സ് നിൽക്കുന്നില്ല, ഒതുങ്ങുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദിവസം വെച്ച് പ്രോഡക്ട്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോളം ഫാക്ടറീസ്, അതായത് ഇപ്പൊ നിങ്ങൾ ഫാക്ടറീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ഫാക്ടറിയും ഓരോരോ സ്ഥലത്ത് ഉണ്ടാവുന്നത് മാത്രമല്ല, അത് നമ്മുടെ ആ 540 ഏക്കേഴ്സിലുള്ള ഏരിയയിൽ തന്നെ നമുക്ക് ഫാക്ടറീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കമ്പനി ഫാക്ടറീസ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് 130 ഡെപ്പോസ്, 130 പ്ലസ് ഡെപ്പോസ്. നമ്മുടെ കമ്പനി അത് ഓരോരോ സ്ഥലത്തും പോയിട്ട് അതിന്റെ പ്രോപ്പർട്ടി അവരവരുടെ സ്ഥലത്ത് ഓരോ പ്രോപ്പർട്ടി, അതായത് ഇപ്പോൾ ചെന്നൈയിലേക്ക് പോകാന്നുണ്ടെങ്കിൽ ചെന്നൈയിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണ്, അത് അവരുടെ അസേർട്ടാണ്. ആ അസേർട്ടിലാണ് അവർ ഡെപ്പോ തുടങ്ങുന്നത്. ആ ഡെപ്പോയിൽ നിന്നാണ് നമ്മൾ PUC ആൾക്കാരൊക്കെ പോയിട്ട് സാധനം എടുത്തോണ്ട് വരുന്നത്. പിന്നെ RCM വന്നിട്ട് ഒരു സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു, ഇപ്പൊ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. ഒരു സ്റ്റേറ്റിലല്ല, എല്ലാ സ്ട്രീറ്റിലേക്കും ആയി വരാൻ പോവാണ് നമ്മുടെ RCM. പിന്നെ ആക്റ്റീവ് PUCs 20,000 അബോവ് എന്ന് പറയുന്നത് നമ്മൾ ഒരു എണ്ണം മാത്രം ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഇത് എണ്ണ അല്ല, ഇത് ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറിന്റെ സംഖ്യ പറഞ്ഞു കഴിഞ്ഞാൽ 66 lakhs ആൾക്കാരാണ് ഇപ്പൊ അതിന്റെ അകത്ത് ഉള്ളത്. അതായത് ഞാൻ ചേർന്നതിന് ശേഷം തന്നെ 66 lakhs കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്തു എന്നാണ് ഞാൻ ഇതിൽ അറിയുന്നത്. അതായത് നോ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് RCM. RCM ഇസ് സംതിങ് നമ്മൾ വിചാരിക്കുന്ന കാട്ടിലെ എന്തൊക്കെയോ അപ്പുറമാണ്. അതേപോലെ ഇതിന്റെ അസറ്റ്, കമ്പനിയുടെ അസറ്റ് നോക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് മോർ ദാൻ 15 crores ആണ്. അങ്ങനെ ഒരു വലിയ ഒരു സംവിധാനത്തിലാണ് നമ്മളുള്ളത്. ആൻഡ് നമ്മുടെ കമ്പനിയുടെ മേഖലകൾ, എന്റെ മലയാളം കുറച്ച് മോശമാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് നമ്മളെ കമ്പനിയുടെ ഓരോരോ ജോയിന്റ് വെഞ്ചേഴ്സ് ആണ് ഞാൻ ഇത് പറയുന്നത്. അതായത് FMCG പ്രോഡക്ട്സ്, ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്. ടെക്സ്റ്റൈൽസ്, അതും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ടെക്സ്റ്റൈൽസിൽ നമ്മൾ അത്തൻസ ഒക്കെ വണ്ടർഫുൾ ക്ലോത്ത്സ് ആണ്. അതിന്റെ ടീഷർട്സ്, പാൻസ്, കോട്ട്, സൂട്ട് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. മെറ്റീരിയൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വണ്ടർഫുൾ ആണ്. വെൽനസ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ ഏറ്റവും ലാസ്റ്റിലേക്ക് കൊണ്ടുവരാണ്. എന്താ വെച്ചാൽ വെൽനസിന് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ വെൽനസിന്റെ പ്രോഗ്രാമാണ് നമ്മൾ റെഗുലർ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. വെൽനസിന്റെ എവറി ഡേ വന്നിട്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നതും കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടില്. എന്താ വെച്ചാൽ അതിന്റെ അവയർനെസ് നല്ലപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കമ്പനി അതിനെക്കുറിച്ച് നല്ലതായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ട്രെയിനേഴ്സ് ഒക്കെ നമുക്ക് റെഗുലർ ആയിട്ട് ക്ലാസ്സസ് തരുന്നുണ്ട്. അങ്ങനെ വെൽനസ് നല്ല ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഓർഗാനിക് ഫാമിംഗ്, അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടർഫുൾ പ്രോഡക്ട്സ് ആണ് നമ്മളെ കയ്യിലുള്ളത്. അതായത് ഹരിത സഞ്ജീവനി, ഗാർഡൻ ഗോൾഡ്, പിന്നെ അതിനുള്ള വാക്സിനേഷൻ നമുക്ക് കൊടുക്കുന്ന മാതിരി തന്നെ അതിന് സ്പ്രേ മാക്സ്, അങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട്. സോയിൽ, നമുക്ക് വേണ്ട പ്രോട്ടീൻ മാതിരി തന്നെ അതിനുള്ള സോയിൽ പ്രോട്ടീൻ ഒക്കെ നമുക്കുണ്ട്. വേഗൻ പ്രോഡക്ട്സ്, അതൊക്കെ നമുക്ക് വേറെ കമ്പനി, നമ്മളിപ്പോ ആദ്യം പറഞ്ഞ 4 ഐറ്റം വേറെ കമ്പനിയിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഗുഡ് ഡോട്ട് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് വേറെ ഏത് കമ്പനിയിലും ഇല്ല. നമ്മുടെ ഒരു കമ്പനിക്ക് മാത്രം സോളോ ഓൺഡ് ആണ് ഗുഡ് ഡോട്ട്. ഇല്ല, ബാക്കി എല്ലാ പ്രോഡക്ട്സ് വേറെ വേറെ കമ്പനിയിൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വേറെ ഏത് കമ്പനിയിലും ഇല്ല. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ട് വെജിറ്റേറിയൻ ബൈറ്റ്സ്, പ്രോട്ടീൻസ്, തീക്ക, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നൂഡിൽസ്, അങ്ങനെ വെറൈറ്റീസ് ഇങ്ങനെ പോവാണ്. കീസോൾ ഡിപ്പാർട്ട്മെന്റ്, ഇറ്റ് ഈസ് ഫോർ ഓൺലി ലേഡീസ് എന്നുള്ള രീതിയിലാണ്. നമ്മൾ ലേഡീസ് ടീം, ലേഡീസ് വിങ് ഇതിലേക്ക് നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ ബീവിങ് കൂടുതലുണ്ട്. ദേ ക്യാൻ ഡു ഇറ്റ് മോർ ബെറ്റർ. അതായത് ലേഡീസ് ഉപയോഗിക്കുന്ന മേക്കപ്പ് സാധനങ്ങൾ, ഇന്നർ വെയർസ്, സാനിറ്ററി പാഡ്സ്, അങ്ങനെ എക്സെട്ര ഡെയിലി പ്രോഡക്ട്സ് ലോഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു, ഇനി അടുത്ത ലാസ്റ്റിലേക്ക് വരുന്ന പാത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മുടെ കമ്പനിയിലുണ്ട്. ലൈക്ക് കുക്കർ, പ്രസ്റ്റീജിന്റെ കുക്കർ. അതായത് പ്രസ്റ്റീജിന്റെ കുക്കറൊക്കെ നമ്മൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ, അതായത് TV അഡ്വർടൈസ്മെന്റ് കാണുന്നുണ്ട് നമ്മൾ. അതായത് ഭാര്യ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പ്രസ്റ്റീജിന് വേണ്ടാന്ന് പറയില്ല. സോ അങ്ങനെയാണ് നമ്മളെ പ്രസ്റ്റീജിന്റെ കുക്കർ, സ്റ്റൗവും, എക്സെട്ര ഇങ്ങനെ ദിവസം വെച്ച് ലോഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് പ്രോഡക്ട്സ്. നമ്മുടെ കമ്പനി ജോയിന്റ് വെഞ്ചേഴ്സ്, അതായത് ഇപ്പൊ കമ്പനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അവിടെ തന്നെ കുറെ ഫാക്ടറീസ് ഉണ്ട്. അത് കൂടാതെ നല്ല സാധനം എവിടെയാണ് കിട്ടുന്നത്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണയാണ് അവർ നമുക്ക് തരുന്നത് കോക്കനട്ട് ഓയിൽ എന്നുള്ള രൂപത്തിൽ. ആ കോക്കനട്ട് ഓയിൽ അവർ എടുക്കുന്നത് കേരളത്തിലാണ്. അങ്ങനെ ഓരോ ചായപ്പൊടി അവരെടുക്കുന്നത് ആസാമിലാണ്. പിന്നെ ഇത് റെഡിയാക്കുന്നത് ഗുഡ് ഡോട്ടൊക്കെ റെഡിയാവുന്നത് വന്ന് ഉദയ്പൂരിലാണ്. ഇങ്ങനെ ഓരോരോ സാധനം ഓരോരോ സ്ഥലത്തു നിന്നാണ് റെഡിയാവുന്നത്. ഓയിൽ അതേപോലെ വേറെ സ്ഥലത്തു നിന്നാണ്. അങ്ങനെ റെഡിയാവുന്ന സാധനവും നല്ല സാധനം തേർന്നെടുത്ത് നമുക്ക് വേണ്ടി നമ്മളെ കമ്പനി നമുക്ക് തരുന്നു. അത് എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെയാണ് നമുക്ക് ഓരോ അതായത് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിലുള്ള ഒരു കാരണവരാണ് വീട്ടിലേക്ക് പോയി സാധനം വാങ്ങിക്കുന്ന വെച്ചാൽ അവർ ഓരോരോ സാധനം നോക്കിയും കണ്ട് എടുക്കുന്ന മാതിരിയാണ് നമ്മളുടെ RCM നമുക്ക് ചെയ്തു തരുന്നത്. അവർ ഓരോരോ സാധനം നമുക്ക് നോക്കിയും കണ്ടിട്ടാണ് എടുക്കുന്നത്.
അതുകൊണ്ട് ദ ബെസ്റ്റ് സാധനങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. എന്തിനാ ഇപ്പൊ നമുക്ക് സാധനം തൊട്ടടുത്ത കടയിൽ തന്നെ കിട്ടുന്നത്, നമ്മൾ ഗോപാലട്ടന്റെ കടയിൽ കിട്ടുന്നുണ്ട്, നമ്മൾ അടുത്ത കടയിൽ കിട്ടുന്നുണ്ട്, കുറെ കടയിൽ കിട്ടുന്നുണ്ട്. എന്തിന് നമ്മൾ RCMലേക്ക് പോകണം? 1000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ച് ഒരു മെമ്പർഷിപ്പ് വാങ്ങിക്കാം. മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇതിൽ സാധ്യത. എന്നാൽ ഒരു ബേസിക് ഞാൻ പറയാണ്. അതായത് ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് പറഞ്ഞാൽ ഒരു മാനുഫാക്ചർ കഴിഞ്ഞാൽ അത് ഒരു നാഷണൽ ഏജന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾ ഇന്ത്യ ഒരു ഡെപ്പോ ആയിരിക്കും. അത് കഴിഞ്ഞ് അത് ഹോൾസെയിൽ ഒരു സ്റ്റേറ്റ് വൈസ് ഒരു ഹോൾസെയിൽ ഡെപ്പോയിലേക്ക് വരും. അത് കഴിഞ്ഞാൽ അത് ഒരു സെയിൽസ് ടീമിലേക്ക് വരും. സെയിൽസ് ടീം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സെയിൽസ് മാനേജർ ഉണ്ടാവും, ഏരിയ മാനേജർ ഉണ്ടാവും, പിന്നെ കളക്ഷൻ ഏജന്റ് ഉണ്ടാവും, ഡെലിവറി ബോയ് ഉണ്ടാവും, പിന്നെ വെഹിക്കിൾ ഡ്രൈവർ ഉണ്ടാവും. ഇങ്ങനെ കുറെ കോൺസെപ്റ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ ഇതെല്ലാം വന്ന് ഒരാളിലേക്ക് നേരെ കൊണ്ടുപോയി ഒരു കടയിലേക്ക് കൊടുത്താൽ വിൽക്കാൻ പോകുന്നില്ല. അതിനെക്കുറിച്ച് അവർ ചെയ്യുന്നതാണ് അഡ്വർടൈസ്മെന്റ്. ആ അഡ്വർടൈസ്മെന്റിലാണ് അവർക്ക് 50% amount അവർക്ക് അതിലേക്ക് പോകുന്നുണ്ട്. ആ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് നമ്മൾ ഓരോരോ സാധനവും കടയിൽ പോയിട്ട് ഇന്ന സാധനം പേര് പറയുന്ന പേര് അവർ ജന്മനാ പഠിച്ചതൊന്നും അല്ല. നമ്മൾ ടിവിന്ന് ഇവിടെ നിന്ന് കുത്തി കയറ്റി വിടുകയാണ്. മക്കളും ടിവിയിൽ നിന്ന് കണ്ടിട്ട് നമുക്ക് ഇന്ന സാധനം വേണം എന്ന് അവർ ചോദിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ പോയി ചോദിക്കുന്നത്. ഒന്നൊന്ന് നമ്മൾ ചോദിക്കുന്നതും വാങ്ങിക്കുന്നതും. അങ്ങനെയാണ് റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൺസ്യൂമറിന്റെ കയ്യിലേക്ക് ഇത് വരുന്നത്. പക്ഷെ വേറസ് ഇൻ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ജസ്റ്റ് ഒരു ചെറിയ മീഡിയേറ്റർ മുഖാന്തരമാണ് നമുക്ക് സാധനം കിട്ടുന്നത്. അപ്പൊ അതിന്റെ റേറ്റ് വൈസ് ടോട്ടലി ഡിഫറെന്റ് ആണ്, ക്വാളിറ്റി വൈസ് നല്ലതാണ്. അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മാനുഫാക്ചർ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഡെപ്പോയിലേക്ക് വരുന്നുണ്ട്. ഡെപ്പോയിൽ നിന്ന് നമ്മളെ PUCയിലേക്ക് വരുന്നുണ്ട്. PUCയിൽ നിന്ന് നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അതായത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ് കൊടുക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ഇത് ബാക്കിയുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. PUC എന്ന് പറയുന്നത് എല്ലാ ഡിസ്ട്രിബ്യൂട്ടറിന്റെയും ഉടമയാണ്. അത് നിങ്ങളുടെ ബിസിനസ് ഏരിയ ആണ്. അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ വേറെയാണെന്നുള്ള ചിന്തയെ പാടില്ല. ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു PUCയിലേക്ക് എൻ്റർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് വേറെയാണ്, നമ്മൾ വേറെയാണെന്ന്, ഇത് നമ്മളുടെ കടയാണ്, നമ്മളുടെ ബിസിനസ് നടക്കുന്ന കടയാണ് എന്നുള്ള ധാരണ ഉണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് തനിയെ BV കയറൂല. ഇവിടെ ഓരോരോ കടകളിലും സെയിൽ ആയാലാണ് അത് അവരവരുടെ BV ആയിട്ട് റിഫ്ലക്ട് ആവുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ഇത് ഒരു ജോയിന്റ് വെഞ്ചർ ആണ്. ഒരു ഡിസ്ട്രിബ്യൂട്ടറും ഒരു PUCയും ഒരു ഡെപ്പോക്കാരും ഒരു കമ്പനിയും ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ്. നമ്മൾ എല്ലാവരും കൂടി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്നും വേറെ ഒരു കമ്പനിയുടെ സാധനം പോകില്ല. അത് ITC ഉണ്ടാവില്ല, വേറെ ഏത് കമ്പനിയും ഹിന്ദുസ്ഥാൻ യൂണിലീവറും ഒന്നും വരാൻ സാധ്യതയില്ല. ഇവർക്ക് എവിടുന്നോ വന്ന് കാശുണ്ടാക്കി അവർ പോവാണ്. ഇത് നമുക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം റെഡിയാക്കിയിട്ടുള്ളതാണ്. അത് നമ്മളെ AMD TCGനെ നല്ലപോലെ നമസ്കരിക്കണം എല്ലാവരും. എന്റെ മലയാളം സ്ലാങ് തെറ്റെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ